റിഗർ മെൻഡലിൻ്റെ ഡൈഹൈബ്രിഡൈസേഷൻ ക്ലോസിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഉയരം കൂടി ഉരുണ്ട വിത്തുള്ള ഒരു മാതൃസസ്യം ഉയരം കുറഞ്ഞ ചുളുങ്ങിയ വിത്തുള്ള ഒരു മാതൃസസ്യവുമായി ഹൈബ്രിഡൈസേഷൻ നടത്തുമ്പോൾ അതിലുണ്ടാകുന്ന ബീജകോശങ്ങൾ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ടി, സ്മോൾ ആർ അവ തമ്മിൽ ചേർന്നുണ്ടാകുന്ന F1 തലമുറ ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ ആയിരിക്കും. അതായത് ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ ഇവ തമ്മിൽ കൂടിച്ചേർന്ന് ഇങ്ങനെ ഒരു ഒന്നാം തലമുറയിൽ ഇങ്ങനെ ഒരു സന്താനം ഉണ്ടാവും. അതിൻ്റെ സന്താനത്തിൻ്റെ സ്വഭാവം എന്താണ്? ഉയരം കൂടുതലാണ്, പിന്നെ റൗണ്ട് വിത്താണ്. ഈ ക്യാപിറ്റൽ ലെറ്റർ എഴുതിയ സ്വഭാവമാണ് കാണിക്കുക. ഉയരം കൂടുതലും റൗണ്ട് വിത്തുമുള്ള ഉയരം കൂടുതലും ഉരുണ്ട വിത്തുമുള്ള ചെടിയാണ് ഇത്. അതാണ് അതിൻ്റെ ഫീനോടൈപ്പ്. ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ എന്ന് വരും. ഇതാണ് ഒന്നാം തലമുറ. ഈ ഒന്നാം തലമുറയെ എന്ത് ചെയ്ത് ഇവിടെ ഈ സ്വഭാവം പ്രകടമാകുന്നില്ലല്ലോ. ഉയരം കുറഞ്ഞ എന്ന സ്വഭാവം നമ്മൾ പ്രകടമായി കാണുന്നില്ല. അതുപോലെ ചുളുങ്ങിയ വിത്ത് പ്രകടമാകുന്നില്ല. അപ്പോൾ അദ്ദേഹം ഈ ഒന്നാം തലമുറയെ വീണ്ടും എന്ത് ചെയ്ത് ഹൈബ്രിഡൈസേഷൻ നടത്തി. ഒന്നാം തലമുറയായിട്ട് തന്നെ അതേ സസ്യമായിട്ട് തന്നെ സ്വപരാഗണം നടത്തി. സ്വപരാഗണം നടത്തുമ്പോൾ ഏതാണ് മാതൃസസ്യം വരിക? മാതൃസസ്യം ഇത് തന്നെ, ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. അതേ സസ്യം തന്നെയാണ് മാതൃസസ്യമായിട്ട് വരുന്നത്. ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. അപ്പോൾ ഉണ്ടാകുന്ന ഈ മാതൃസസ്യത്തിൽ നിന്ന് ഉണ്ടാകുന്ന ബീജകോശങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഇതിൽ നിന്ന് ബീജകോശം ഉണ്ടാകുമ്പോൾ ഇത് തമ്മിൽ വേർപിരിയല്ലോ. തമ്മിൽ വേർപിരിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബീജകോശം ഏതായിരിക്കും? ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ ആറും കൂടെ ചേർന്നിട്ട് ഒരു ബീജകോശവും. ഇവിടെ ഈ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആറിനോട് ചേരുമ്പോൾ തന്നെ ക്യാപിറ്റൽ ടിക്ക് സ്മോൾ ആർ ആയിട്ട് ചേരാൻ പറ്റും. ക്യാപിറ്റൽ ടി, സ്മോൾ ആർ ആയിട്ട് മറ്റൊരു ബീജകോശം ഉണ്ടാവും. ഈ ബീജകോശത്തിനാണ് ഈ വട്ടത്തിൻ്റെ ഉള്ളിലാക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് എത്ര ബീജകോശം ഉണ്ടാകുന്നുണ്ട്? ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ ആയിട്ട് ഒരു ബീജകോശം, ഈ ക്യാപിറ്റൽ ടി തന്നെ സ്മോൾ ആർ ആയിട്ട് ഒരു ബീജകോശം. പിന്നെ എന്തുണ്ടാവും? ഈ സ്മോൾ ടിക്ക് ക്യാപിറ്റൽ ആർ ആയിട്ട് ചേരാൻ പറ്റും. സ്മോൾ ടി ക്യാപിറ്റൽ ആർ ആയിട്ട് ചേർന്നിട്ട് ഒരു ബീജകോശം, ഈ സ്മോൾ ടി സ്മോൾ ആർ ആയിട്ട് ചേർന്നിട്ട് ഒരു ബീജകോശം. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ 4 ബീജകോശങ്ങൾ ഉണ്ടാകും. രണ്ടാം തലമുറയിലാണ്. അതുപോലെ ഈ മാതൃസസ്യത്തിൽ നിന്ന് ഉണ്ടാകുന്ന ബീജകോശങ്ങൾ ഏതെല്ലാം? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ചേർന്നിട്ട് ഒരു ബീജകോശം, ഈ ക്യാപിറ്റൽ ടി സ്മോൾ ആർ ചേർന്നിട്ട് ഒരു ബീജകോശം, പിന്നെ ഈ സ്മോൾ ടി ക്യാപിറ്റൽ ആർ ചേർന്നിട്ട് ഒരു ബീജകോശം, അതുപോലെ സ്മോൾ ടി സ്മോൾ ആർ ചേർന്നിട്ട് വേറൊരു ബീജകോശം. ഇങ്ങനെ ഉണ്ടാകുന്ന ബീജകോശങ്ങൾ, ഇതൊക്കെ ബീജകോശങ്ങളാണ്. ഇനി ഈ ബീജകോശങ്ങൾ ചേരുമ്പോൾ ഉണ്ടാകുന്ന കുട്ടികൾ ഏതെല്ലാം നോക്കാം. ഇതുപോലെ ചിത്രീകരിച്ചാൽ ഇത് വലിയ പ്രയാസമാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടേബിൾ വരച്ചിട്ട് ചെയ്യുന്നത്. ഇവിടെ ഈ ബീജകോശം ഇത് ആദ്യത്തെ സസ്യത്തിൽ നിന്നുണ്ടാകുന്ന ബീജകോശം, ഇത് രണ്ടാമത്തെ സസ്യത്തിൽ നിന്നുണ്ടാകുന്ന ബീജകോശം. അപ്പോൾ ഈ ബീജകോശവും തമ്മിൽ ചേർന്നിട്ട് നോക്കണേ. ഈ ബീജകോശവും തമ്മിൽ ചേർന്നിട്ട് ഉണ്ടാകുന്ന കുട്ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ. അതായത് ഉയരം കൂടിയത്, ഉരുണ്ട വിത്തുള്ളത്. പിന്നെ ഈ ബീജകോശവും തമ്മിൽ ചേരാൻ പറ്റും. അപ്പോൾ ഉണ്ടാകുന്ന കുട്ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി എഴുതാം, ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. സ്വഭാവം എന്താണ്? ഫിനോടൈപ്പ് ഏതാണ്? ഉയര കൂടുതൽ, എഴുതുന്നില്ല, ഉയര കൂടുതൽ ഉരുണ്ട വിത്ത്. പിന്നെ ഇതും തമ്മിൽ ചേർന്നാൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ. സ്വഭാവം ഏതാണ്? ഫിനോടൈപ്പ് ഉയര കൂടുതൽ ഉരുണ്ട വിത്ത്. പിന്നെ ഇതും ചേർന്നാൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഫിനോടൈപ്പ് ഉയര കൂടുതൽ
ഉരുണ്ട വിത്ത്. ഇതും ചേർന്നാൽ ഈ ഗാമറ്റും ഈ ബീജകോശവും തമ്മിൽ ചേരുമ്പോൾ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. സ്വഭാവം ഉയര കൂടുതൽ ഉരുണ്ട വിത്ത്. ഇതും തമ്മിൽ ചേരുമ്പോൾ ക്യാപിറ്റൽ ടി, സ്മോൾ ആർ. സ്വഭാവം ഉയര കൂടുതൽ, 2 സ്മോൾ ആർ വന്നതുകൊണ്ട് എന്താകും? ചുളുങ്ങിയ വിത്ത്. ഉയര കൂടുതൽ ചുളുങ്ങിയ വിത്താണ് ഇതിന് വരിക. പിന്നെ ഇതും തമ്മിൽ ചേരുമ്പോൾ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. ഇത് ഉയര കൂടുതൽ ഉരുണ്ട വിത്ത്. ഇതും തമ്മിൽ ചേർന്നാൽ ക്യാപിറ്റൽ ടി, സ്മോൾ ആർ. അപ്പോൾ ഉയര കൂടുതൽ ചുളുങ്ങിയ വിത്ത് വരും. ഇതും തമ്മിൽ ചേർന്നാൽ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ. ഉയര കൂടുതൽ ഉരുണ്ട വിത്ത്. ഇതും തമ്മിൽ ചേരുമ്പോൾ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ. ഉയര കൂടുതൽ ഉരുണ്ട വിത്ത്. ഇതും തമ്മിൽ ചേരുമ്പോൾ സ്മോൾ ടി, ക്യാപിറ്റൽ ആർ. അപ്പോൾ സ്മോൾ ടി വന്നതുകൊണ്ട് ഉയരം കുറഞ്ഞ് ഉരുണ്ട വിത്ത്. ക്യാപിറ്റൽ ആർ വന്നതുകൊണ്ട് ഉരുണ്ട വിത്ത്. ഉയരം കുറഞ്ഞ ഉരുണ്ട വിത്ത്. ഇതും തമ്മിൽ ചേരുമ്പോൾ സ്മോൾ ടി, ക്യാപിറ്റൽ ആർ. ഉയരം കുറഞ്ഞ് ഉരുണ്ട വിത്ത്. ഇവിടെ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ. ക്യാപിറ്റൽ ടി ആയതുകൊണ്ട് ഉയരം കൂടിയത് ഉരുണ്ട വിത്ത് തന്നെ. ഇവിടെ ക്യാപിറ്റൽ ടി, സ്മോൾ ആർ. ഉയരം കൂടിയത് പക്ഷെ ചുളുങ്ങിയ വിത്ത് സ്മോൾ ആർ വന്നതുകൊണ്ട്. ഇവിടെ സ്മോൾ ടി, ക്യാപിറ്റൽ ആർ. ഉയരം കുറവ്. സ്മോൾ ടി ഉയരം കുറഞ്ഞ് ഉരുണ്ട വിത്ത്. ഇവിടെ സ്മോൾ ടി, സ്മോൾ ആർ. ഇവിടെ നോക്കാം, സ്മോൾ ടി, സ്മോൾ ആർ. ഉയരം കുറഞ്ഞ് ചുളുങ്ങിയ വിത്ത്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കാണാം, ഇത് നോക്കിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് മനസ്സിലാവും? ഉയരം കൂടിയത് ഉരുണ്ട വിത്തുള്ള സസ്യങ്ങളുണ്ടാവും. ഉയരം കൂടി ചുളുങ്ങിയ വിത്തുള്ള സസ്യങ്ങളുണ്ടാവും. ഉയരം കുറഞ്ഞ് ഉരുണ്ട വിത്തുള്ള സസ്യങ്ങളുണ്ടാവും. ഉയരം കുറഞ്ഞ് ചുളുങ്ങിയ വിത്തുള്ള സസ്യങ്ങളുണ്ടാവും. അതിൻ്റെ റേഷ്യോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. മെൻഡലിൻ്റെ ഡൈഹൈബ്രിഡ് ക്രോസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഉയരം കൂടിയ ഉരുണ്ട വിത്തുള്ള ഒരു സസ്യത്തെ ഉയരം കുറഞ്ഞ് ചുളുങ്ങിയ വിത്തുള്ള ഒരു സസ്യവുമായി ഹൈബ്രിഡൈസേഷൻ നടത്തിയപ്പോൾ F1 തലമുറയിൽ, അതായത് 1ാം തലമുറയിൽ ഉയരം കൂടി ഉരുണ്ട വിത്തുള്ള സസ്യമാണ് എല്ലാം കിട്ടിയത്. അതായത് F1 തലമുറയിലെ ഫീനോടൈപ്പ് ഉയരം കൂടി ഉരുണ്ട വിത്തുള്ളത് ആയിരുന്നു F1 തലമുറയിൽ. ആ തലമുറയെ, അതായത് ഉയരം കൂടി ഉരുണ്ട വിത്തുള്ള സസ്യത്തെ വീണ്ടും സ്വപരാഗണം നടത്തി. ഇവിടെ F1 തലമുറയിലെ ഫീനോടൈപ്പ് ഉയരം കൂടി ഉരുണ്ട വിത്ത്, ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ ആണ്. അപ്പോൾ അതിനെ വീണ്ടും സ്വപരാഗണം നടത്തിയപ്പോൾ മാതൃസസ്യത്തിൻ്റെ ഫീനോടൈപ്പ് ഉയരം കൂടി ഉരുണ്ട വിത്തുള്ളതാണ് മാതൃസസ്യത്തിൻ്റെ ഫീനോടൈപ്പ്. അതിൻ്റെ ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. അതിനെ സ്വപരാഗണം നടത്തി. അപ്പോൾ മാതൃസസ്യത്തിൻ്റെ ജീനോടൈപ്പും രണ്ട് മാതൃസസ്യത്തിൻ്റെയും ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. അതിൻ്റെ ഗാമറ്റുകൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഗാമറ്റുകൾ ഇതുമാണെന്ന് പഠിച്ചു.
അവ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന പിന്നെ സന്താനങ്ങളുടെ ജീനോടൈപ്പും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഫീനോടൈപ്പ് ഏതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൽ കൂടി നമുക്ക് പഠിക്കാം. ഉയരം കൂടിയ ഉരുണ്ട വിത്തുള്ള ഒരു സസ്യത്തെ ഉയരം കുറഞ്ഞ ചുളുങ്ങിയ വിത്തുള്ള സസ്യവുമായി നടത്തിയ വർഗസങ്കരണ പ്രക്രിയ ചിത്രീകരിച്ചിരിക്കുന്നു. അതായത് മാതൃസസ്യം ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ. വിത്ത് സസ്യം ക്യാപിറ്റൽ ടി, സ്മോൾ ടി, സ്മോൾ ആർ. അതായത് ഉയരം കൂടിയ ഉരുണ്ട വിത്തുള്ളത്, ഉയരം കുറഞ്ഞ് റിങ്കിൾഡ് വിത്തുള്ളത്, ഉയരം കുറഞ്ഞ് ചുളുങ്ങിയ വിത്തുള്ളത്. അതിൻ്റെ ഗ്യാമിറ്റ് ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചത്. ഇതിൻ്റെ ഗ്യാമിറ്റ് ഏതായിട്ട് വരും? ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ ആറും. അതാണ് ഇവിടെ ഇതിൻ്റെ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ. ഇതിൻ്റെ ഗ്യാമിറ്റ് ഏതായിട്ട് വരും? ബീജകോശം സ്മോൾ ടി, സ്മോൾ ആർ. ഇത് തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന F1 തലമുറയുടെ ജീനോടൈപ്പാണ് ഇത്. അതായത് ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ക്യാപിറ്റൽ ആറും സ്മോൾ ആറും പാടെ ചേർന്ന് ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. ഇതാണ് ഇവിടെ 1ാം തലമുറയുടെ ജീനോടൈപ്പാണിത്. ഇതിൻ്റെ ഫീനോടൈപ്പ് ഏതായിരിക്കും? ഉയരം കൂടി ഉരുണ്ട വിത്തുള്ളത് എന്നതാണ് ഇവിടുത്തെ ഫീനോടൈപ്പ്. ഇതിൽ ഇതും പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 1, 2 പൂരിപ്പിക്കുക. അത് നമ്മൾ പറഞ്ഞേ. ഒന്ന് ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ. ഇവിടെ സ്മോൾ ടി, സ്മോൾ ആർ. പിന്നെ ബി ചോദ്യം. 1ാം തലമുറയുടെ സ്വപരാഗണം വഴിയുണ്ടാകുന്ന സസ്യങ്ങളിൽ പ്രകടമാകുന്ന സ്വഭാവങ്ങൾ ഏതെല്ലാമായിരിക്കും? അതായത് 1ാം തലമുറ ഇതിൻ്റെ സ്വപരാഗണം വഴി ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. അത് തന്നെയായിട്ട് പിന്നെ ബീജ സങ്കലനം നടത്തിയിട്ട് ഹൈബ്രിഡൈസേഷൻ നടത്തിയിട്ട് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇതെല്ലാമാണ് ഉണ്ടാകുക. ഇത് ബീജകോശങ്ങൾ. അത് തമ്മിൽ ചേർന്നപ്പോൾ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ. അതിൻ്റെ ജീനോടൈപ്പും ഫീനോടൈപ്പും അടുക്കാൻ എഴുതിയിട്ടുണ്ട്. അതെങ്ങനെയാണ് വരുന്നതെന്ന് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് നോക്കാം. അതിൽ ഉയരം കൂടി ഉരുണ്ട വിത്തുള്ളത് 9 എണ്ണാണുള്ളത്. ഉയരം കൂടി ഉരുണ്ട വിത്തുള്ളത് 9 സസ്യങ്ങളുണ്ട്. ഉയരം കൂടി ചുളുങ്ങിയ വിത്തുള്ളത് 3 എണ്ണുണ്ട്. ഉയരം കുറഞ്ഞ് ഉരുണ്ട വിത്തുള്ളത് 3 എണ്ണുണ്ട്. ഉയരം കുറഞ്ഞ് ചുളുങ്ങിയ വിത്തുള്ളത് 1 ആണ്. അത് എണ്ണി നോക്കിയാൽ അറിയാം. അപ്പോൾ ഡൈഹൈബ്രിഡ് ക്രോസിൻ്റെ 2ാം തലമുറയുടെ അനുപാതം F2 അനുപാതം. 2ാം തലമുറയുടെ അനുപാതം, 2ാം തലമുറയുടെ റേഷ്യോ എത്രയാണെന്ന് ചോദിച്ചാൽ 9:3:3:1 ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡൈഹൈബ്രിഡ് ക്രോസിൽ F2 തലമുറയുടെ അനുപാതം 9:3:3:1. F1 തലമുറയിലെ ഒരു മാതൃസസ്യത്തിൻ്റെ ഗുണം മാത്രമാണ് കാണിച്ചത്. F2 തലമുറയിലെ അനുപാതം എന്തായി? 9:3:3:1. വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. ഇവിടെ വേറൊരു ചോദ്യമുണ്ട്. ചിത്രീകരണം വിശകലനം ചെയ്ത് ചുവടെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇവിടെ ഉരുണ്ട ചിത്രീകരണം ഒന്ന് വിശകലനം ചെയ്യാം. ഉരുണ്ട വിത്ത് ക്യാപിറ്റൽ ആർ മാതൃസസ്യങ്ങളാണ്. ഉരുണ്ട വിത്തുള്ള ഒരു മാതൃസസ്യം, ചുളുങ്ങിയ വിത്തുള്ള ഒരു മാതൃസസ്യം. അപ്പോൾ അതിൻ്റെ സ്മോൾ ആർ ചുളുങ്ങിയ വിത്തായതുകൊണ്ട് സ്മോൾ ആർ. ഇതിൽ നിന്നുണ്ടാകുന്ന ഗാമറ്റ് ക്യാപിറ്റൽ ആർ മാത്രം. ഇതിൽ നിന്നുണ്ടാകുന്ന ഗാമറ്റ് ഏതായിരിക്കും? സ്മോൾ ആർ ആണ് ഇവിടെ എഴുതേണ്ടത്. ഇത് രണ്ടും പാടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന F1 തലമുറ സസ്യം എന്തായിരിക്കും? ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ.
അപ്പം ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വന്നാൽ ഉരുണ്ട വിത്താണ്. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വരുമ്പോൾ ഉരുണ്ട വിത്ത്. ഇവിടെ എഴുതേണ്ടത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇനി ക്യാപിറ്റൽ ആറും സ്മോൾ ആറും ഇതിൻ്റെ ഈ FN തലമുറയെ സ്വപരാഗണം നടത്തി. ക്യാപിറ്റൽ ആർ സ്മോൾ ആറിനെ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആയിട്ട് തന്നെ ഹൈബ്രിഡൈസേഷൻ നടത്താണ്. അപ്പോൾ ഈ ക്യാപിറ്റൽ ആർ സ്മോൾ ആറിൻ്റെ ബീജകോശങ്ങൾ ഏതെല്ലാമായിരിക്കും? ക്യാപിറ്റൽ ആറും സ്മോൾ ആറും ഇവ തമ്മിൽ വേർപിരിഞ്ഞ് ക്യാപിറ്റൽ ആറും സ്മോൾ ആറായിട്ട് മാറും. ഇതിൻ്റെ ബീജകോശങ്ങൾ ക്യാപിറ്റൽ ആറും സ്മോൾ ആറായിട്ട് മാറും. ഇനി ഇത് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ഈ ക്യാപിറ്റൽ ആറിനോടും സ്മോൾ ആറിനോടും ചേരും. ക്യാപിറ്റൽ ആർ പിന്നെ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഈ സ്മോൾ ആർ ക്യാപിറ്റൽ ആറിനോടും സ്മോൾ ആറിനോടും ചേരും. സ്മോൾ ആർ ക്യാപിറ്റൽ ആർ, ഇവിടെ സ്മോൾ ആർ ക്യാപിറ്റൽ ആർ, ഇവിടെ സ്മോൾ ആർ വരും. അപ്പോൾ ഇവിടെ ഏതാണ് സ്മോൾ ആർ ക്യാപിറ്റൽ ആർ എന്ന് വരുമ്പോൾ ഉരുണ്ട വിത്താണ്. ഇവിടെ സ്മോൾ ആർ ചുരുങ്ങിയ വിത്ത്. അങ്ങനെയാണ് വരിക. ഇവിടെ ചോദ്യം ഇതൊക്കെ നമ്മൾ പൂരിപ്പിച്ച് പ്രകടഗുണം ഏത്? ബി. പ്രകടഗുണം ഏത്? FN തലമുറയുടെ പ്രകടഗുണം ഉരുണ്ട വിത്ത് എന്നാണ്. പിന്നെ ഒന്നാം തലമുറയിലെ ഗുപ്തഗുണം രണ്ടാം തലമുറയിൽ പ്രത്യക്ഷപ്പെട്ടത് എന്തുകൊണ്ട് എന്ന ഒരു ചോദ്യം അതിലുണ്ട്. ഒന്നാം തലമുറയിലെ ഗുപ്തഗുണം രണ്ടാം തലമുറയിൽ പ്രത്യക്ഷപ്പെട്ടു. ഒന്നാം തലമുറയിലെ ഗുപ്തഗുണം ഏതാണ്? ചുളുങ്ങിയ വിത്ത്. ഗുപ്തഗുണവും ചുളുങ്ങിയ വിത്താണ്. പ്രകടഗുണവും ഉരുണ്ട വിത്ത്. അപ്പോൾ ഒന്നാം തലമുറയിലെ ഈ ചുളുങ്ങിയ വിത്ത് എന്ന ഗുപ്തഗുണം രണ്ടാം തലമുറയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ചുളുങ്ങിയ വിത്ത് വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് എന്നതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരമാണിത്. ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ഇത് വായിച്ച് നോക്കിയാൽ അറിയാം. മെൻഡലിൻ്റെ ഡൈഹൈബ്രിഡ് ഗ്രൂപ്പ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഉയരം കൂടിയ ഉരുണ്ട വിത്തുള്ള ഒരു സസ്യത്തെ ഉയരം കുറഞ്ഞ ചുളുങ്ങിയ വിത്തുള്ള ഒരു സസ്യവുമായി നടത്തിയ വർഗസങ്കരണ പ്രക്രിയ ചിത്രീകരിച്ചിരിക്കുന്നു. ഇവിടെ ഉയരം കൂടി ഉരുണ്ട വിത്തുള്ള ഒരു പേരൻ്റ് സസ്യം, മാതൃസസ്യം, ഉയരം കുറഞ്ഞ് ചുളുങ്ങിയ വിത്തുള്ള മറ്റൊരു മാതൃസസ്യത്തെ തമ്മിൽ ഹൈബ്രിഡൈസേഷൻ നടത്തി. അപ്പോൾ കിട്ടുന്ന ഗാമീറ്റ് ഏതാണ് എന്നാണ് ഇവിടെ ചോദ്യം. 1, 2 പൂരിപ്പിക്കുക എന്നാണ്. 1, 2 എന്നിവ പൂരിപ്പിക്കുക. ഇത് പൂരിപ്പിക്കാൻ പറഞ്ഞാൽ ഇവിടെയുള്ള ഗാമീറ്റ് ഏതായിരിക്കും? ക്യാപിറ്റൽ T, ക്യാപിറ്റൽ R. അതാണ് ഇവിടെ എഴുതേണ്ടത്. ഒരു ക്യാപിറ്റൽ ടിയും ഒരു ക്യാപിറ്റൽ ആറും ഇവിടെ എഴുതാം. ഇവിടെ ഉണ്ടാകുന്ന ഗാമീറ്റ് ഏതാ? ഒരു സ്മോൾ ടിയും ഒരു സ്മോൾ ആറും. അതിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി എഴുതേണ്ടത് ചോദിച്ചിരിക്കുന്നത് ബി അല്ല 2. ഈ 2ആണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ ഏതാ എഴുതുക? ഇവിടെ ക്യാപിറ്റൽ ആറും സ്മോൾ ആറും നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇവിടെ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആറ് എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ വരുന്നത് ഈ ക്യാപിറ്റൽ ടിയും ഇത് രണ്ടും പാടെ ചേർന്നുണ്ടാകുന്ന കുട്ടികൾ. അതായത് ഇവിടെ ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ ആറും വരും. ഇവിടെ സ്മോൾ ടിയും സ്മോൾ ആറും ഉണ്ട്. അപ്പം ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. അതാണ് ഇവിടെ എഴുതേണ്ടത്. ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. അതാണ് ഈ ഒന്നാം തലമുറ, FN തലമുറ. അതിൻ്റെ ജീനോടൈപ്പ് ഏതാണ്, ഫീനോടൈപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഉയരം കൂടി ഉരുണ്ട വിത്തുള്ളത്. ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഉയരം കൂടി ഉരുണ്ട വിത്തുള്ള സസ്യം. എല്ലാവരും ചോദ്യമുണ്ട്. ഒന്നാം തലമുറയുടെ സ്വപരാഗണം വഴി ഉണ്ടാകുന്ന F2 തലമുറ ചിത്രീകരിക്കുക. ഒന്നാം തലമുറയുടെ സ്വപരാഗണം വഴി ഉണ്ടാകുന്ന F2 തലമുറ. ഇവിടെ ഏതാണ് സസ്യം? ക്യാപിറ്റൽ ടി സ്മോൾ ടി,
ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇതിൻ്റെ സ്വപരാഗണം വഴി ഉണ്ടാകുന്ന, അതായത് ഇതായിട്ട് തന്നെ സ്വപരാഗണം നടത്തിയാൽ ഉണ്ടാകുന്ന F2 തലമുറ ചിത്രീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സസ്യങ്ങളിൽ പ്രകടമാകുന്ന സ്വഭാവങ്ങൾ എഴുതുക എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് F2 തലമുറയിൽ പ്രകടമാകുന്ന സ്വഭാവങ്ങൾ ഏത് എന്നെഴുതാനും പറഞ്ഞിട്ടുണ്ട്. അത് എഴുതാൻ നമ്മൾ കള്ളി വരച്ചിട്ടാണ് എഴുതേണ്ടത്. അത് നിങ്ങൾ എഴുതി നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ വേറൊരു ചോദ്യം. മെൻഡലിൻ്റെ ഒരു പരീക്ഷണത്തിൽ ഉരുണ്ട വിത്തുള്ള പഴച്ചെടിയെ, അതായത് ക്യാപിറ്റൽ ആർ ചുളുങ്ങിയ വിത്തുള്ള പഴച്ചെടിയുമായി സ്മോൾ ആർ വർഗ്ഗസങ്കലനം നടത്തി. രണ്ടാം തലമുറയിൽ 3:1 എന്ന അനുപാതത്തിൽ ഉരുണ്ട വിത്തുള്ളതും ചുളുങ്ങിയ വിത്തുള്ളതുമായ ചെടികൾ ഉണ്ടായി രണ്ടാം തലമുറയിലെ. എങ്കിൽ ഒന്നാം തലമുറയിലെ ഗുപ്തഗുണം ഏത്? ഒന്നാം തലമുറയിലെ ഗുപ്തഗുണം എന്ന് പറയുന്നത് ചുളുങ്ങിയ വിത്തുള്ളത്. ഈ ഗുണം രണ്ടാം തലമുറയിൽ പ്രത്യക്ഷപ്പെടാനുള്ള കാരണം എന്ത് എന്നും ചോദിക്കുന്നുണ്ട്. അതായത് ഗുപ്തഗുണം, ചുളുങ്ങിയ വിത്ത് എന്ന ഗുപ്തഗുണം രണ്ടാം തലമുറയിൽ എന്തുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടു? അതിൻ്റെ കാരണമാണ് ഇത്. ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന 2 ഘടകങ്ങൾ ഉണ്ട്. ബീജകോശങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവ പരസ്പരം കൂടിച്ചേരാതെ വേർപിരിയുന്നു. രണ്ടാം തലമുറയിൽ സന്താനങ്ങൾ ഉണ്ടാകുമ്പോൾ ജീനോടൈപ്പ് സ്മോൾ ആർ വരുന്ന സന്താനങ്ങൾ ഉണ്ടാകുന്നു. സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന 2 ഘടകങ്ങളും സ്മോൾ ആർ വന്നതുകൊണ്ടാണ് രണ്ടാം തലമുറയിൽ ഗുപ്തഗുണം പ്രത്യക്ഷപ്പെട്ടത്. രണ്ടാം തലമുറ രൂപീകരണത്തെ ചിത്രീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഇത് കൂടിച്ചേരുമ്പോൾ ഇവിടെ ക്യാപിറ്റൽ ആർ അതുപോലെ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ 3:1 എന്ന അനുപാതത്തിൽ കുട്ടികളുണ്ടാവും.